സമർപ്പണവും ആഘോഷിക്കുന്ന വനിതാ ദിനമാണ് മാർച്ച് 8. നമ്മൾ ജോസ്ഗിരി ഹോസ്പിറ്റൽ ഫാമിലി ഇന്നാണ് ആ ദിനം ആഘോഷിക്കുന്നത്. ഒരു സ്ത്രീയെ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു കുടുംബം ശക്തമാകുന്നു. ഒരു കുടുംബം ശക്തമാകുമ്പോൾ ഒരു സമൂഹം ശക്തമാകുന്നു എന്ന വാക്കുകൾ ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ പ്രചോദനാത്മകമായ സന്ദേശം എന്നത് എംപവേർഡ് വുമൺ എംപവർ വുമൻസ് എന്നുള്ളതാണ്. ഒരു സ്ത്രീ ശക്തി ആർജിക്കുമ്പോൾ അവർക്ക് മാത്രം ഉള്ള ശക്തിയാണ് ലഭിക്കുന്നത്. അവളുടെ ചുറ്റുമുള്ള മറ്റെല്ലാവർക്കും പ്രചോദനവും ശക്തിയും നൽകുവാൻ അവൾക്ക് കഴിയും. അതാണ് സ്ത്രീകളുടെ ഐക്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിലോ സമൂഹത്തിലോ കുടുംബത്തിലോ എവിടെ നോക്കിയാലും സ്ത്രീകളുടെ സാന്നിധ്യം കരുതലിന്റെയും പുരുഷ മേധാവിത്വത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുക ആവശ്യപ്പെടുക പുരുഷന്റെ മേലെ കയറി നിൽക്കാനല്ല, പക്ഷേ തുല്യതയാണ്. പുരുഷനുള്ള അതേ തുല്യ അവസരങ്ങൾ. ഒരു വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ തുല്യത ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു പുരുഷൻ നിങ്ങളുടെ കുടുംബനാഥന് നിങ്ങൾ രാവിലെ വെച്ച് വിളമ്പി കൊടുക്കുന്നു, മക്കൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നു, കുട്ടികളെ സ്കൂളിൽ അയക്കുന്നു. ഇതിൽ ഏതെങ്കിലും പുരുഷൻ ഇത് ചെയ്യുന്നുണ്ടോ? അവര് കൂടെ നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ രാവിലെ പോകുന്നത്, രാവിലെ അടുക്കളയിൽ കയറി നിങ്ങളെ സഹായിക്കുക, കുട്ടികളെ ഒരുക്കാൻ സഹായിക്കുക, അവരെ സ്കൂളിൽ അയക്കാൻ സഹായിക്കുക എന്നതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടക്കുന്നത്. ഈക്വാലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ എയിം. അത് നമ്മളിവിടെ കണ്ടാലും നമുക്ക് പറയാൻ പറ്റും ഇവിടെ വുമൺ എംപവർമെന്റിന് ഒരു കുറവുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെജോറിറ്റി എന്ന് പറഞ്ഞത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 98% ഹോസ്പിറ്റൽ സ്റ്റാഫ് വുമനോടാണ്. എനിക്ക് എൻ്റെ മെഡിക്കൽ കോളേജ് തൊട്ടുള്ള ലൈഫിൽ സിസ്റ്റേഴ്സ് ആണ് എന്നെ കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാം നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രൊസീജിയർ ആയാലും, ഇപ്പോൾ ഒരു IV ലൈൻ ഇടാനായാലും, പിന്നെ എന്ത് റൈസ് ട്യൂബ് ഇടാനും, കത്തീറ്ററൈസേഷന് എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തില്ലെങ്കിലും എല്ലാത്തിനും എന്നെ കൂടുതൽ വഴക്ക് പറയാറുള്ളതും സിസ്റ്റർ തന്നെയാണ്. അപ്പോൾ എൻ്റെ മെജോറിറ്റി ട്രെയിനിങ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പേഷ്യൻസിനെ ഒരു പ്രാവശ്യം റൗണ്ട്സിൽ കണ്ടാലും ഞങ്ങളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു പേഷ്യൻ്റായിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞുകൂടാ. എന്നാലും ഇന്ന് ഈ വേദിയിൽ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ജോസ്ഗിരിയിലെ എല്ലാവരും ഇപ്പം ഈ പറയുന്നത് വനിതകളാണ് എന്നും മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. വനിതകളുടെ ശക്തിയാണ്. അതിന് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയാം. പ്രത്യേകിച്ച് എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാരുടെ ഈ സദസ്സിൽ പറയണമെന്നുണ്ട്. പക്ഷേ ആർക്കൊന്നും മോശം തോന്നാൻ പാടില്ല. അഞ്ജലി സിസ്റ്ററും നാൻസി സിസ്റ്ററും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. അവരോട് ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയാം.